ഹേ ഡിയേഴ്സ്, അപ്പം ഞാൻ ഇന്നൊരു കാര്യം പറയാനാണ് വന്നത്. ആക്ച്വലി ഈ കാര്യം ഞാൻ കുറേ ഡേയ്സായിട്ട് പറയണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ വീഡിയോ എടുക്കാനുള്ള ഒരു ടൈമൊന്നും എനിക്ക് കിട്ടിയില്ല. ഒന്നാമത് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. വീട്ടിൽ ഞാൻ ഇന്നലെയാണ് എത്തിയത്. അപ്പോഴൊക്കെ ഞാൻ അമ്മേൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അമ്മേൻ്റെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ആയിരുന്നു എൻ്റെ ഫോണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു രീതിയിലും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഫോണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോണ് വീഡിയോ കാണാൻ എടുത്തതായിരുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഫോണിൻ്റെ സ്ക്രീൻ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. അങ്ങനെ പുറത്തേക്ക് വന്നപ്പോഴും ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം യൂസൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഫോണിൽ ഇങ്ങനെ വര വീഴാൻ തുടങ്ങി. പിന്നെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസമായിരുന്നു അങ്ങനെ ആയത്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കുറേ ഡേയ്സ് എടുത്തായിരുന്നു എനിക്ക് ന്യൂ ഫോൺ കിട്ടേണ്ടിയിട്ട്. അങ്ങനെ അവിടെയും കുറേ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുറത്ത് പോയായിരുന്നു, ഫുഡ് കഴിച്ചായിരുന്നു. ഇതൊക്കെ എനിക്ക് വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പറ്റിയില്ല. ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. അതായത് എൻ്റെ ഫോണിലായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. ആദ്യമൊക്കെ എൻ്റെ ഫോണിൽ തന്നെയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ 2-3 വീഡിയോസൊക്കെ ഞാൻ അമ്മമ്മേൻ്റെ ഫോണിൽ എടുത്തിട്ട് എൻ്റെ ഫോണിലേക്ക് അയച്ചിട്ട് അങ്ങനെയായിരുന്നു ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ കുറച്ച് ക്ലാരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഫോൺ പോയി കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴായിരുന്നു എനിക്ക് പുതിയ ഫോൺ കിട്ടിയത്. പുതിയ ഫോൺ കിട്ടിക്കഴിഞ്ഞ് ഞാൻ നേരെ പോയി ഗൂഗിൾ അക്കൗണ്ട് എടുത്തു. ഗൂഗിൾ അക്കൗണ്ട് എടുത്തപ്പോഴായിരുന്നു ശരിക്കും പണി കിട്ടിയത്. അങ്ങനെയായിരുന്നു ഞാൻ ഈ പുതിയ അക്കൗണ്ട് തുടങ്ങുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ പണ്ടത്തെ അക്കൗണ്ട് എനിക്ക് വേണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ എനിക്ക് ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഫാൻസ് ഉണ്ടായിട്ടോ അങ്ങനെയൊന്നുമല്ല. ആക്ച്വലി എൻ്റെ പഴയ അക്കൗണ്ട് കണ്ടവർക്കറിയാം അതിലെത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന്. 73 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ടുള്ള വിഷമമൊന്നും എനിക്കില്ല. പക്ഷേ എനിക്ക് കുറേ വീഡിയോസ്, എനിക്ക് വേണ്ടപ്പെട്ട കുറേ വീഡിയോസ് അതിലുണ്ടായിരുന്നു. അത് പോയി എന്നുള്ളതായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പം തന്നെ എൻ്റെ അക്കൗണ്ടിലുള്ള വീഡിയോസ്, അതായത് വേണ്ട കുറച്ച് വീഡിയോസ് മാത്രം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ അക്കൗണ്ടിൽ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് വേണ്ടവർക്ക് ഈ അക്കൗണ്ടിൽ കയറിയിട്ട് കാണാം. അത് കഴിഞ്ഞ് ഞാൻ ന്യൂ ഫോൺ എടുത്തത് തന്നെ ഞാൻ ഈ ഒരു വ്ളോഗിങ് പർപ്പസിന് വേണ്ടി ഏറ്റവും കൂടിയാണ്. അതായത് ഏറ്റവും കൂടുതൽ ഈ ഒരു വ്ളോഗിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫോൺ എടുത്തത് തന്നെ. അതായത് ഞാൻ കുറേ ആൾക്കാരോട് സജഷൻസ് ചോദിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞൊരു ഫോണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാംസങ് M35 5G എന്ന് പറഞ്ഞിട്ടുള്ളത്, സാംസങ്ങിൻ്റെ. അപ്പം ഇതിലിപ്പോൾ നല്ല ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. കാരണം എൻ്റെ പഴയ ഫോണും ഇതും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് ആക്ച്വലി. അപ്പം ഈ ഒരു ഫോണും എനിക്ക് എന്താ പറയുക, എനിക്ക് പറ്റിയൊരു ഫോണും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫോണും കിട്ടിയപ്പോഴായിരുന്നു ഈ അക്കൗണ്ട് പോയത്. അപ്പം ഫുൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പം ഈ ഒരു കാര്യം പറയേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പം ഇത്രയേ ഉള്ളൂ.